ഓക്കെ സ്വാഗത് ബാ. എത്ര ഉയർത്തി പറഞ്ഞാലും നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത് എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹമെങ്കിലും ചിലപ്പോഴൊക്കെ പുതിയ ഹൈവേയിലെ സിലിക്കൺ റബ്ബറിന്റെ സുഖം കാരണം പണ്ട് നമ്മൾ സർവീസ് റോഡിൽ തട്ടാട് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കൂടെ നിന്നവരെയൊക്കെ നമ്മൾ അങ്ങ് മറക്കും. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അതായത് ബാക്ക് ടു ബാക്ക് വലിയ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അഖിൽ കണ്ണൻ ALS എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രിയ സബ്സ്ക്രൈബർ പണ്ട് ആരും കണ്ടിട്ടില്ലാത്ത മുത്തും പഴമൊക്കെ കോരി എടുത്തുകൊണ്ട് നടന്ന എന്റെ കഴിഞ്ഞ കാലം എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ആലോചിച്ചപ്പോൾ ശരിയാ, എല്ലാവരും കണ്ടിട്ടുള്ള വലിയ സിനിമകൾ കുറേ ആയി. അതുകൊണ്ട് പിന്നെ ആരും കണ്ടിട്ടില്ലാത്ത സിനിമകൾ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അടിച്ച ഡീപ് ഡൈവിൽ ആദ്യം കിട്ടിയ പടമാണ് ബാക്കി. കൊല്ലത്ത് കല്യാണത്തിലടി, തിരുവനന്തപുരത്ത് തിരുവോണത്തിനടി. എന്തിന്? ഒരു കാര്യമില്ല. പലപ്പോഴും നമ്മൾ ഈ ഒരു കാര്യമില്ലാതെ അടി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ലാഭം കിട്ടുന്നത് മറ്റു പലർക്കുമാണ്. അതായത് മേജർ രവിയുടെ കാണ്ടഹാറാണോ അതോ വിനയന്റെ വാറൻ ലവ് ആണോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പട്ടാളപ്പടം എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ പൊരിഞ്ഞടി നടക്കുമ്പോൾ ഭോജ്പുരി ഭായിമാർ ഒരു വഴി പപ്പടം ചുടുന്ന പോലെ വർഷത്തിൽ 10 പട്ടാളപ്പടം വെച്ച് അടിച്ചിറക്കും. ഇതിലെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ദിനേഷ് ലാൽ യാദവ് സാറിന്റെ മിഷൻ ഇമ്പോസിബിൾ ഇല്ലേ, മനസ്സിലായല്ലോ അല്ലേ? ആ പടം തന്നെ. ആ പടം ഇറങ്ങിയ അതേ വർഷമാണ് ഈ പടം ഇറങ്ങിയത്. 6 മാസം കഴിഞ്ഞാണ് ഇറങ്ങിയെങ്കിലും ഇന്ത്യൻ ആർമിയെ നാണം കിടത്തുന്നതിൽ ഒരു 6 ഇഞ്ചെങ്കിലും മുമ്പിൽ നിൽക്കുന്ന കേസരി സാറിന്റെ ഭാഗ്യമാണ്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ വൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, മണ്ണെണ്ണ മേടിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ ടിവിക്കാരോട് വിഷമം പറയാണ്. ഗുണ്ടകളുടെ വിളയാട്ടാണെങ്കിൽ പോലീസ് ഉത്തരം പറയണം, തീവ്രവാദികളുടെ വിളയാട്ടാണെങ്കിലോ ആർമി ചീഫ് തന്നെ ഉത്തരം പറയണം. പാകിസ്ഥാൻ ഒളിച്ചിരിക്കുന്നതാണല്ലോ പാണ്ടിലോറി കയറി ഇറങ്ങിയതവളെ പോലെ ആകാൻ പറ്റുന്ന ഒരു പുലിക്കുട്ടിയെ മിഷനിൽ വിട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക, പുലിയല്ല പുലിക്കുട്ടി. അടുത്ത ഷോട്ടിൽ തന്നെ ചോറ്റാനിക്കരയിലെ ചരടും വെള്ളാരം കല്ലുകൊണ്ടുള്ള മോതിരം ഇട്ടുകൊണ്ട് മിഷന് വരുന്ന പുലിക്കുട്ടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പുള്ളി ഒറ്റയ്ക്കല്ല, പാകിസ്ഥാനൊക്കെ അടിക്കാൻ പോവല്ലേ, ഒരു വലിയൊരു സന്നാഹമായിട്ട് വേണമല്ലോ പോകാൻ. അതുകൊണ്ട് അവര് 5 പേര് പോയി. പിന്നെ പിടിക്കാൻ വരുന്ന ആർമിക്കാർ 5 പേരായിട്ട് പിടി കൊടുക്കാൻ നിൽക്കുന്നവന്മാർ 11 പേരെ ഇറക്കി കളിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ആ ധീരരായ 5 പാകിസ്ഥാനികൾ റബ്ബർ അടിക്കുന്ന ചായപ്പിന്റെ ഫ്രണ്ടിൽ ടാർപ്പാലും വലിച്ചു കെട്ടി ലൈറ്റും കത്തിച്ചിരുന്ന് ചില്ല് ചെയ്യാണ്. പക്ഷെ അവർക്കറിയില്ലല്ലോ പുലിക്കുട്ടി ഇവരെ നോട്ടം ഇട്ടിട്ടുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ പുലിക്കുട്ടി കുത്തിയിരുന്ന തീവ്രവാദികളുടെ നടുക്ക് ചാടി വീണ അറ്റാക്ക് അങ്ങ് തുടങ്ങും. പിന്നെ ഈ അറ്റാക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടി കൊള്ളുന്നവന്മാരൊക്കെ ഭയങ്കര കോപ്പറേഷനാണ്. അവർ പുലിക്കുട്ടിക്ക് ചാടി അടിക്കാനായിട്ട് കുനിഞ്ഞു നിൽക്കും, കണ്ണിന് മുന്നിലുണ്ടായിരുന്ന പുലിക്കുട്ടിക്ക് കരിയിലയുടെ അടിയിൽ ഒളിഞ്ഞിരിക്കാനായിട്ട് തിരിഞ്ഞു നിൽക്കും, അങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് സമ്മർസോൾട്ട് അടിക്കും. ഇനി ഇതൊന്നും പോരെങ്കിൽ പാവം നായകനെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് അവന്മാർ തന്നെ പരസ്പരം കൂട്ടിയിടിച്ചങ്ങ് വീണോളൂ. നാട് മുഴുവൻ ബോംബ് വയ്ക്കുന്നവരാണെങ്കിൽ അവർ ലഹരി ഉപയോഗത്തിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവന്ന കന്നാസിനകത്ത് അവരത് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചു. ബട്ട് പുലിക്കുട്ടി വാസ് ലൈക്ക് ബീഡി വലിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ, ബോംബിട്ട് പൊട്ടിക്കാലോ. അങ്ങനെ അവന്മാർ പൊട്ടിക്കാൻ വെച്ചിരുന്ന ബോംബ് അവരെ തട്ടിയിട്ട് പുലിക്കുട്ടി തന്നെ വേറെ ബോംബിട്ട് അങ്ങ് പൊട്ടിക്കും. சார், இதுக்கு பருத்தி மூட்டை பேசாம குடோன்ல இருக்கலாமே. இருக்கலாம். இவங்களுக்கு கொடுக்குற சம்பளத்துக்கு என்ன வேலை வாங்குறதுன்னே தெரியலையே. കത്തിപ്പോയ ചായപ്പിന്റെ ഓണർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ബോംബ് പൊട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷമായെങ്കിലും തീവ്രവാദികളുടെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി വാദിക്കുന്ന നായികയ്ക്ക് മാത്രം അത് ഇഷ്ടപ്പെട്ടേയില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബ് പൊട്ടി മരിച്ചവരെയോ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല, എന്നാൽ അറ്റ്ലീസ്റ്റ് ബോംബ് വെക്കാൻ പോയവരെങ്കിലും നമുക്ക് രക്ഷിച്ചൂടെ എന്നാണ്. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട തീവ്രവാദികൾ പൊട്ടിക്കാൻ വെച്ചിരുന്ന അവരുടെ പടക്കം അവരെ പറ്റിച്ചെടുത്ത് പൊട്ടിച്ച പുലിക്കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ്. പക്ഷേ മെസ്സിലിരുന്ന് നീറ്റായിട്ട് ചപ്പാത്തി പരിപ്പറിയും കേട്ടോണ്ടിരുന്ന നമ്മുടെ പുലിക്കുട്ടിക്ക് ഈ തള്ള പറഞ്ഞ് തീരെ പിടിച്ചില്ല. അപ്പോൾ പക്ഷേ ഇവർ നായകനും നായികയാണെങ്കിൽ ഇവർക്കിടയിൽ ഒരു ലവ് സ്റ്റോറി ഉണ്ടാക്കിയെടുക്കാനുള്ള ടൈം ഒന്നും സിനിമയ്ക്കില്ല. അതുകൊണ്ട് തൊട്ടടുത്ത ഷോട്ടിൽ തന്നെ നമ്മുടെ നായികയുടെ കാർ കൊക്കയിൽ വീഴും. അവർ പറഞ്ഞത് പിടിച്ചില്ലെങ്കിൽ അവരെ പ്രേതമാവാതെ പിടിക്കാനായിട്ട് വേറെ ആരും തയ്യാറാവാത്തതുകൊണ്ട് നമ്മുടെ പുലിക്കുട്ടി തന്നെ ചാടിച്ചെല്ലും. നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ട് കൊക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് താഴ്ചയുള്ള കൊക്കയാണെന്ന് അറിയാമോ? അപ്പോൾ അത്രയും താഴ്ചയുള്ള കൊക്കയുടെ തുഞ്ചത്ത് നടക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ സൈഡ് ഡോർ തുറന്ന് പുറത്തിറങ്ങാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. വണ്ടി എങ്ങനെ വനങ്ങിയാലോ? അതുകൊണ്ട് തന്നെ പുലിക്കുട്ടി സ്വന്തം വയറിൽ വയറും വലിച്ചു കെട്ടി വണ്ടിയുടെ മുകളിൽ വലിഞ്ഞു കയറും. ഇടയ്ക്ക് വെച്ചാൽ പിടിച്ചിരുന്ന വയറ് പൊട്ടിയെങ്കിലും പുലിക്കുട്ടി അങ്ങനെ ബ്രേക്ക് ഡാൻസ് നിർത്തിയില്ല. അല്ല ഡയറക്ടർ സാർ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നല്ലേ, എന്തെങ്കിലും ഒരു ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കിട്ടി. ആഹാ, എന്താണ് ചേഞ്ച്? സ്മോക്ക് വരും. റെഡി സാർ. ഒന്നടിച്ചേ. എന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കാനല്ല പറഞ്ഞത്. പ്രേതം വന്നു കഴിയുമ്പോ സ്മോക്ക് ഒടിക്കണം, കാറ്റ് ഒടിക്കണം, Yes, sir. കുറേശ്ശെ മതി. പക്ഷെ ഡാൻസ് നടക്കുമ്പോ പുകയുണ്ടല്ലോ, നിറച്ചിട്ടോളണം. ഒരു സാധനം പോലും ആൾക്കാർ കാണരുത്. അവന്മാർക്ക് ചേഞ്ച് വേണോത്രേ. അങ്ങനെ തത്വം പുത്തം എന്ന് പറഞ്ഞിരിക്കുന്ന കാറിന്റെ മുകളിൽ കിടന്ന് 10-90 കിലോ വെയിറ്റ് വരുന്ന ചേച്ചിയെ പുലിക്കുട്ടി ഒറ്റ കൈ കൊണ്ട് പൊക്കിയെടുത്ത് അവിടെ നിന്ന് ചാടും. ആ ഭീകര താഴ്ചയുള്ള കൊക്കയിലേക്ക് വണ്ടി ഉരുണ്ട് ചെന്ന് പൊട്ടിത്തെറിക്കും. ഡയറക്ടർ സാർ മതി, പുകയുടെ ഫിൽറ്റർ മതി, ഒന്നും കാണാൻ വയ്യ. ഇപ്പൊ കറക്റ്റായി. പക്ഷെ ഇത്രയും വലിയ ആക്സിഡന്റിൽ പെട്ട ചേച്ചിയെ ട്രീറ്റ് ചെയ്യാമെന്ന ഡോക്ടറിന് ബ്ലഡ് തുടച്ച ഫോഴ്സ് കൂടിപ്പോയെന്ന് പറഞ്ഞ് ചേച്ചി പിടിച്ചിട്ട് തള്ളു. അപ്പൊ തന്നെ നമ്മുടെ പുലിക്കുട്ടി ചാടി ചെന്ന് ചെള്ളയ്ക്ക് ഒരു അടിയും കൊടുത്തിട്ട് രാജ്യസേനത്തിനെ പറ്റി ഒരു സ്പീച്ച് നടത്തും. ഇതിന് ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കല്യാണം കഴിച്ചാ? ഇല്ല. യാരാച്ച് ലവ്? സെറ്റാവില്ല. അപ്പൊ ഓക്കെ. അപ്പോ ഓക്കെ என்ன അപ്പൊ ഇവിടെ ഈ പ്രണയം ഇങ്ങനെ മുട്ടിട്ട് വരുമ്പോഴത്തേക്കും സംവിധായകൻ നമ്മളെ പുലിക്കുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാണ്. അവിടെ പുലിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ചെള്ളക്കടി മേടിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു മുറപ്പുണ്ടുണ്ട്. ലവൾ എന്നും വന്ന് ചോദിക്കും പുലിക്കുട്ടി തിരിച്ചു വന്നോ, പുലിക്കുട്ടി തിരിച്ചു വന്നോ എന്ന്. അപ്പോൾ അവന്റെ അമ്മച്ചി പറയും അവൻ വേട്ട കഴിഞ്ഞ് വരാൻ സമയം എടുക്കുമ്പോളെ, അതുകൊണ്ട് നീ തൽക്കാലം റിയാലിറ്റി വിട്ടിട്ട് ഇമാജിനേഷനിലോട്ട് പൊക്കോളാം. അങ്ങനെ പടം തുടങ്ങി 15ാമത്തെ മിനിറ്റിൽ വാട്ടർ തീം പാർക്കിൽ വലത്തീം പാട്ട്. പക്ഷെ ലെവൽ ഇത് ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ചേച്ചി പുലിക്കുട്ടിയുടെ മടിയിൽ ഇരുന്ന് യാത്ര ചെയ്യായിരുന്നു. അവിടുന്ന് നേരെ കട്ട് ചെയ്താൽ പുലിക്കുട്ടിയും ചേച്ചിയായിട്ടുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ പാലസിലെ അടിച്ചു പൊളിപ്പാട്ട് വിത്ത് ബാക്ക്ഗ്രൗണ്ട് ഡാൻസസ്. എല്ലാവരും ഒരേപോലെ കളിക്കുന്ന റെഗുലർ ഫോർമാറ്റ് അല്ലേ, അതുകൊണ്ട് കുറച്ച് പേര് തോന്നിയ പോലെ കളിക്കട്ടെ, ബാക്കിയുള്ളവർ അവർക്ക് തോന്നിയാ കളിക്കട്ടെ. Breaking all the conventions of dancing. കൂട്ടം പറഞ്ഞ
പക്ഷേ ഇവരിങ്ങനെ മടിയിലിരുന്ന് എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്കും ബസ് പോണ വഴിയിൽ മണ്ണിടിഞ്ഞ് വീഴും. അപ്പോൾ ഒരു അമ്മാവൻ ഇറങ്ങിയെന്ന് പറയും, ഞാൻ എൻ്റെ ഭാര്യയോടെ കിടക്കാൻ 2 വർഷമായിട്ട് നോക്കിയിട്ട് നടക്കാത്തതുകൊണ്ട് 2 ദിവസം ലീവ് എടുത്ത് വന്നാണെന്ന്. നോർവേ സർക്കാരായിരുന്നെങ്കിൽ നോക്കി നിൽക്കുമ്പോൾ തന്നെ മണ്ണെടുത്ത് മാറ്റിയാണ്. ഇതിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് അങ്ങനെ സ്വയം മണ്ണ് വാരി തരേണ്ട അവസ്ഥയാണെന്ന് ആ അമ്മാവൻ പറയും. ഇത് കേട്ടപ്പോൾ രാജ്യസ്നേഹിയായ നമ്മുടെ പുലിക്കുട്ടിക്ക് സഹിച്ചില്ല. അങ്ങനെ ചോദിക്കും, നീ നിന്റെ കുട്ടികളുടെ കൂടെ കിടന്നുണ്ടാക്കുന്ന കൊച്ചിന് ചെലവിന് തരാൻ സർക്കാർ എന്താണെന്ന് എന്റെ ജോലിക്കാരനാണോ എന്ന്. അല്ല പുലിക്കുട്ടി സാർ, സർക്കാർ പിന്നെ ആരാണ്? അല്ല പുലിക്കുട്ടി സാർ, പറഞ്ഞിട്ട് പോ. ഇങ്ങനെ ബാക്കി പറയാതെ കാട്ടിലോട്ട് പോയത് ഭയങ്കര നാച്ചുറൽ ആയിട്ടാണെങ്കിലും നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ചേച്ചിക്ക് എന്തോ സംശയം തോന്നിട്ട് അവർ പുറകെ ചെല്ലും. അങ്ങനെ തപ്പി ചെന്ന് അവർ ആദ്യം ഡാൻസ് കളിച്ച പാലസിലെത്തും. അകത്തെങ്ങും ഇല്ല. ഇനി പുറത്തെങ്ങാനും ഉണ്ടോ എന്ന് തലയിട്ട് നോക്കുന്നതിനിടയ്ക്ക് ചേച്ചി വീണ്ടും കൊക്കയിലോട്ട് വീഴാൻ പോകും. പ്രിയമാന മക്കളെ, കവലപ്പെട വേണ്ട, അവിടെയും നമ്മുടെ പുലിക്കുട്ടി തന്നെ വന്ന് രക്ഷിക്കും. അപ്പൊ അങ്ങനെ 2 തവണയൊക്കെ കൊക്കയിൽ വീഴാതെ രക്ഷിച്ചതിന്റെ നന്ദി സൂചകം കണ്ട് ചേച്ചി ഐ ലവ് യു എന്ന് പറയും. അങ്ങനെ മണ്ണിടിഞ്ഞ് വീണ്ടും ബസ് പോലും പോകാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഡാൻസ് നടന്ന അതേ സ്ഥലത്ത് രണ്ടാമത്തെ ഡാൻസ്, അതാണെങ്കിൽ ഫസ്റ്റ് ഡേറ്റ് തുടങ്ങി ഫസ്റ്റ് നൈറ്റ് വരെ പോകുന്ന ഒരു വെറൈറ്റി സൃഷ്ടി. അങ്ങനെ 30 മിനിറ്റിൽ മൂന്നാമത്തെ പാട്ടിന് ശേഷം ഇവരുടെ യാത്ര ട്രെയിനിൽ തുടരുകയാണ്. മലയാളത്തിലൊക്കെ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഷൂട്ട് ചെയ്യാൻ എന്താ ചെലവ്. വെറുതെ അല്ല മലയാള സിനിമയിൽ ബഡ്ജറ്റ് കൂടുന്നത്. അതൊക്കെ ഹിന്ദി സിനിമ. അവിടെ അങ്ങനെ ഒരു കെട്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട്. 5 രൂപ 50 പൈസക്ക് കാര്യം തരും. സിനിമയാണ് ഹിറ്റടിച്ച് കുറ്റി പോലൊരു പോക്കാ. ഇവിടെയാണ് ഹിറ്റും ഇല്ല ഇല്ല. അത് ശരി, അത് അവിടെ പിന്നെ ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയ നമ്മുടെ പുലിക്കുട്ടി ചേച്ചിയെ കെട്ടാനാണ് പ്ലാൻ എന്ന് വീട്ടുകാരോട് പറയും. ഒന്ന് ആലോചിച്ച് നോക്കണേ, 1.5 ദിവസം മുമ്പ് തീവ്രവാദികൾക്ക് വേണ്ടി ബാധിച്ചുകൊണ്ടിരുന്ന ചേച്ചിയെ ഒരു പട്ടാളക്കാരനെ അങ്ങനെ അങ്ങ് പ്രേമിച്ചു. ആ മനസ്സ്. അങ്ങനെ വീട്ടിൽ നിന്ന് പച്ചക്കറി കിട്ടിയപ്പോൾ തന്നെ അങ്ങനെ ചേച്ചിയെ വിളിച്ചിട്ട് നാളെ വൈകിട്ട് അങ്ങനെ കുടുംബ സംഗമത്തിലോട്ട് വരാൻ പറയും. ചേച്ചിക്കും സമ്മതം. ഇതിപ്പോ നാളെ വൈകിട്ടല്ലേ ഉള്ളൂ പരിപാടി, അതുവരെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് ഒരു പാട്ടും കൂടെ ആയാലോ? കടുവായക്കിടുവ പിടിക്കുന്നേ ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ അയ്യ കമോൺ എവരിബഡി. കനവും പോയേ കളവും പോയേ കാനായി കുട്ടിച്ചാത്ത സ്വാഹ ആഹാ ആഹാ സ്വാഹ ഹോയ് ഹോയ് ഹോയ്. അങ്ങനെ 40ാമത്തെ മിനിറ്റിൽ 4ാമത്തെ പാട്ടും കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് 4 കസേര ഒരു കട്ടിലും 1.5 ലിറ്റർ കോളയായിട്ട് പെണ്ണ് കാണാൻ ചെല്ലും. പക്ഷെ ചേച്ചി പുലിക്കുട്ടിയെ തേച്ചു. വിളിച്ചോണ്ട് വന്ന വീട്ടുകാർക്ക് ദേഷ്യമായി, പുലിക്കുട്ടിക്ക് ആകെ സങ്കടമായി. അപ്പൊ പക്ഷെ സങ്കടമായാലും സന്തോഷമായാലും നമുക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാനെന്ന് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് 50ാമത്തെ മിനിറ്റിൽ സിനിമയിലെ 5ാമത്തെ പാട്ട്. ഈ പാട്ടിനിടയ്ക്ക് ഒരു കമ്പിയിലൊക്കെ കയറി പിടിച്ച് വികാര നിർഭരനാവുന്ന സീനൊക്കെ ഉണ്ട്. എന്താണോ ഉദ്ദേശിച്ചത്? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞില്ലേ? കരയണ്ട. യു നോ വാട്ട് ദേ സേ. അവരേതോ തപ്പ് സെഞ്ചിനാ കടവൾ കൊടുത്തിടും. അതിനെപ്പറ്റി ഡിംഗപുരാണത്തിൽ പരാമർശമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ചേച്ചി തേച്ചിട്ട് പോയി 10 ദിവസം കഴിഞ്ഞിട്ട് പട്ടാളക്കാരനായിട്ട് താടി പോലും വളർത്താൻ പറ്റാത്ത ഡിപ്രഷനിൽ ഇരിക്കുന്ന പുലിക്കുട്ടി ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് തന്തയോട് സങ്കടം പറഞ്ഞപ്പോൾ അങ്ങനെ ഫോൺ മേടിച്ചിട്ട് പുലിക്കുട്ടിയുടെ മോന്ത കിട്ടോറം കൊടുക്കും. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. എന്തായിരുന്നു അടിയുടെ ആ ശബ്ദം? എന്തായാലും ആ ഒരു അടിയോടെ പുലിക്കുട്ടി അങ്ങ് നന്നായി. അങ്ങനെ മുറപ്പെണ്ണുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കും. ഇവിടെ വീണ്ടും ഒരു പാട്ട് വരുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പകരം തേച്ചിട്ട് പോയ പെണ്ണ് വരും. അതായത് നമ്മുടെ പുലിക്കുട്ടി നട്ടുച്ചയ്ക്ക് ബ്ലേസർ ഇട്ട് ബണ്ണം മേടിച്ചോണ്ട് വരുമ്പോൾ ചേച്ചി വന്ന് അങ്ങനെ പുറയിലിടിക്കും. മോന്ത കണ്ടില്ലേലും പുള്ളിക്ക് മനസ്സിലായി അത് ചേച്ചിയാണെന്ന്. ഇതെല്ലാം ரொம்ப അന്യായണ്ടാ. പക്ഷെ തേച്ചിട്ട് പോയതാണെങ്കിലും അവസരം വരുമ്പോൾ മുതലാക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു ശരി. അതുകൊണ്ട് ചേച്ചി പറയും, ചേച്ചിയോട് സച്ചാ പ്യാറുണ്ടെങ്കിൽ ചേച്ചിയെ രക്ഷിക്കാൻ. കാല് പിടിച്ച് കഴിഞ്ഞിട്ട് ചേച്ചിയെ വില്ലന്മാർക്ക് തിന്നാനിട്ട് കൊടുത്തിട്ട് അണ്ണൻ നടന്നു പോകും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹത്തിന്റെ ഒരു അംശം എവിടെയെങ്കിലും ബാക്കി കാണുമല്ലോ. അത് മാത്രമല്ല പുലി 2 അടി പതുങ്ങുന്നത് 10 അടി പൊക്കത്തിൽ നിന്ന് ചാടി വീഴാനാണെന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. പക്ഷെ കഷ്ടപ്പെട്ട് അടിയുണ്ടാക്കി ചേച്ചിയെ രക്ഷിച്ചിട്ട് അണ്ണൻ വീണ്ടും ചേച്ചിയെ കളഞ്ഞിട്ട് പോകും. പക്ഷെ ചേച്ചി വിടുവോ? സച്ചാ പ്യാറിന്റെ ആളല്ലേ. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഒരിക്കൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, വിശ്വസിച്ചു, അനുഭവിച്ചു. ഒരാളെ 1-ലേറെ തവണ വിശ്വസിക്കുന്നവൻ വിട്ടിയാണ്. അത് ഞാനില്ല. പക്ഷെ ചേച്ചി അപ്പോഴേക്കും ഒരു കഥ അങ്ങോട്ട് വിളമ്പും. ആദ്യം ചേച്ചിയുടെ പേരൻസ് ബോംബ് ബ്ലാസ്റ്റിൽ ധീം, പിന്നെ ചേച്ചി തന്നെ കുറച്ചു കാലം ഹോസ്പിറ്റൽ ബെഡിൽ ധൂം, പിന്നെ അങ്ങോട്ട് ഏതോ അനാഥാശ്രമത്തിൽ ധീം തരികട ധൂം. ഈ കഥ കേട്ടപ്പോൾ പുലിക്കുട്ടിയുടെ മനസ്സ് വീണ്ടും വരും, യവനെയൊക്കെ ആരുടെ പട്ടാളത്തിലെടുത്തത്. അങ്ങനെ മനസ്സലിഞ്ഞ പുലിക്കുട്ടി ചേച്ചിയെ വിളിച്ചുകൊണ്ട് വീണ്ടും ചെന്ന് കഥവിൽ തട്ടിയപ്പോഴത്തേക്ക് അങ്ങേറെ തന്ത ഇങ്ങനെ ഒരു ഊച്ചാളിക്ക് ജന്മം കൊടുത്തതിന്റെ തണ്ണത്തിൽ വീണ്ടും അങ്ങേറെ കവാല നോക്കി ഒരെണ്ണം കൊടുക്കും. ഈ ഒരു അടിയോടെ ഈ സിനിമയിലെ പാട്ടും അടിയും സമാസമായി. അടിയും കൊടുത്ത് വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങിയെങ്കിലും പുലിക്കുട്ടി പോയത് നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ്. നമ്മുടെ ചേച്ചിയുടെ മറ്റേ അനാഥാലയ കഥയിലെ വില്ലനെതിരെ കേസ് കൊടുക്കാനായിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പോലീസുകാരൊക്കെ വില്ലന്റെ ആളുകളാണ്. അവരപ്പം തന്നെ നമ്മുടെ പുലിക്കുട്ടിയെ തുണിയില്ലാതെ കെട്ടി തൂക്കിയിട്ട് അടിയോടടി. പക്ഷെ അതിനിടയ്ക്ക് പോലീസുകാരൻ കാശ്മീരിനെ പറ്റി എന്തോ 2 വാക്ക് പറയും. തീർന്നു. എന്തായാലും അടി കഴിഞ്ഞിട്ട് ഒറ്റ ഡയലോഗ് ഒന്നും അടിക്കാൻ നിൽക്കാതെ പുലിക്കുട്ടി ചേച്ചിയെ വിളിച്ചോണ്ട് ഓടി. പോണ വഴിക്ക് ഒരുത്ത നിസ്കരിക്കാൻ തിരിഞ്ഞു എന്ന ഗ്യാപ്പിൽ ഒരു വീട്ടിലോട്ട് ചേച്ചി അങ്ങനെ വലിച്ചു കയറ്റി. അങ്ങേർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വീട്ടിൽ ഗാന്ധിജിയുടെ ഫോട്ടോ കണ്ടപ്പോൾ പുള്ളിക്ക് സമാധാനമായി. പക്ഷേ ഇതിനിടയ്ക്ക് പുലിക്കുട്ടിയെ കെട്ടാൻ കാത്തിരുന്ന മുറപ്പെണ്ണ് അങ്ങനെ ഒളിച്ചോടി പോയത് അറിഞ്ഞ് ആകെ തകർന്നു പോകും. അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ട് മുറപ്പെണ്ണ് കരഞ്ഞോണ്ട് പോകുമ്പോൾ അടുത്ത പാട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും മുറപ്പെണ്ണും പുലിക്കുട്ടി കൊണ്ടുള്ള പാട്ടാണെന്ന്. അല്ല, ഇവിടെയാണ് ഭോജ്പുരി സിനിമയുടെ മികവ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആര് ചത്താലും ജനിച്ചാലും പാട്ടെപ്പോഴും നായകനും നായികയും തമ്മിൽ മാത്രം. ഈ പാട്ട് കഴിയുമ്പോഴത്തേക്കും പുലിക്കുട്ടിയും ചേച്ചി അങ്ങ് കെട്ടും. കെട്ടി കഴിയുമ്പോൾ പിന്നെ അറിയാമല്ലോ. പക്ഷേ ഈ പാട്ടുണ്ടെങ്കിൽ
ചേച്ചി പുലിക്കുട്ടിയെ കൊണ്ട് കണ്ടിടത്തൊക്കെ പോയിട്ട് പട്ടി പ്രസവിക്കുന്ന അവിടെ ഓരോ ബാഗ് കളഞ്ഞിട്ട് വരും. പക്ഷെ നമ്മുടെ മിലിറ്ററി പുലിക്കുട്ടി ഇതൊന്നും അറിയുന്നേ ഇല്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ പുലിക്കുട്ടി ഒരു സ്നൈപ്പർ വെടിവെക്കും, അതും സ്കോപ്പ് അടച്ചു വെച്ചിട്ട്. പക്ഷെ അമ്മ പ്രാഗിന്റെ ഗുണം കൊണ്ടാണെന്ന് തോന്നുന്നു പുലിക്കുട്ടി രക്ഷപ്പെടും. പക്ഷെ സ്നൈപ്പർ ഓടി രക്ഷപ്പെടുന്നതിന് മുന്നേ പുലിക്കുട്ടി സ്നൈപ്പറിനെ ഓടിച്ചിട്ട് പിടിക്കും. പക്ഷെ ആ സ്നൈപ്പറിനെ കണ്ടിട്ട് നമ്മൾ ഞെട്ടിയില്ലെങ്കിലും പുലിക്കുട്ടി വല്ലാണ്ട് ഞെട്ടി. ഒരാളെ ഒന്നിലേറെ തവണ വിശ്വസിക്കുന്നവൻ വിഡ്ഢിയാണ്, അത് ഞാനില്ല. കഷ്ടമുണ്ട്, പാവം. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി, ഇപ്പൊ മാസം കിട്ടിക്കൊണ്ടിരുന്ന വെളിച്ചെണ്ണയും മുങ്ങി. പക്ഷെ ഇത്രയൊക്കെ നടന്നിട്ടും പുലിക്കുട്ടി വീണ്ടും ചേച്ചിയുടെ അടിയും മേടിച്ച് ശുദ്ധ പ്രണയത്തിനെ പറ്റി പ്രസംഗിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ തേച്ചിട്ട് പോയവർക്ക് എന്തോന്ന് ഇമോഷൻ. ചേച്ചിക്കാണെങ്കിൽ ഇങ്ങനെ ഓരോ ഡയലോഗ് കേൾക്കുന്നതോറും പിണി കയറിയിട്ട് വീണ്ടും അങ്ങനെ പട്ടിയെ തല്ലുന്നോലിട്ട് തല്ലും. ഇങ്ങനെ വഞ്ചിക്കാൻ മാത്രം എന്ത് തെറ്റാടി ഞാൻ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ലവള് പറയാ, ഇങ്ങനെ ആദ്യം കൊന്ന 5 പാകിസ്ഥാനികളില്ലേ, അവർ ഇവളുടെ കൂടെ തീവ്രവാദ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ അവര് പൊട്ടിക്കാൻ വെച്ചിരുന്ന ബോംബ് ഇങ്ങനെ എടുത്ത് പൊട്ടിച്ചുകൊണ്ട് ചേച്ചി വേറെ കുറെ ബോംബ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയിലിട്ട് പൊട്ടിക്കാൻ. നിന്റെ ഒരു പ്ലാനും നടത്തിക്കില്ലെന്ന് മുക്കി മൂളിയും പറയുന്നതിന് മുന്നേ ചേച്ചി പുലിക്കുട്ടിയെ അടിച്ച് വീഴ്ത്തി 3 തവണ വെടിയും വെച്ച്. പക്ഷെ വെടി കൊണ്ട പുലിക്കുട്ടിക്ക് അപ്പോഴാണ് അങ്ങനെ ത്രെഡ്മില്ലിൽ ഓടിയ കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ അപ്പം തന്നെ ചാടി എഴുന്നേക്കും. നോക്കിയടാ രോമ എഴുന്നേക്കുന്നത് കുഴപ്പമാവൂ. ഏയ് അതിപ്പോ ശരിയായിക്കോളും. അങ്ങനെ ബോധം വന്ന ഇങ്ങനെ ആദ്യം എഴുന്നേറ്റ് വിളിച്ചത് നമ്മുടെ ആർമി ചീഫിനെയാണ്. ഏത് പാകിസ്ഥാനിലെ ഒരു പെണ്ണുമ്പിള്ള ഇവനെ 2 തവണ തേച്ചു എന്ന് പറയാനായിട്ട്. അങ്ങനെ അപ്പുറത്തൊന്നും പുളിച്ച തെറി പാണ്ടിക്കരിമ്പാറ പോലെ മോനെ. പക്ഷെ പുലിക്കുട്ടി അപ്പൊ തന്നെ വാക്ക് കൊടുക്കും, അവളെയും പിടിക്കും, ബോംബും കണ്ടുപിടിക്കുന്നു. പക്ഷേ ഈ വാക്കൊക്കെ കൊടുത്തെങ്കിലും ബോംബ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ നേരെ വീട്ടിൽ പോയി അലമാരയുടെ പുറകിൽ പാത്ത് വെച്ചിരുന്ന കമ്പ്യൂട്ടറിൽ വാപ്പച്ചിയുടെ ലെഗസി ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ കിട്ടിയില്ല. പക്ഷെ നമ്മുടെ ചേച്ചി ബോംബ് വെച്ച സ്ഥലത്തൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അത് ഫ്രെയിം ചെയ്ത് തീന്മേശയുടെ മുകളിൽ തന്നെ തൂക്കിയിരുന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടായില്ല. അങ്ങനെ കണ്ടുപിടിച്ച സ്ഥലത്തൊക്കെ ആളെ വിട്ട് ബോംബ് എടുപ്പിച്ചിട്ട് പുലിക്കുട്ടി നേരെ ചേച്ചിയെ പിടിക്കാൻ പോകും. സാധാരണ ഇങ്ങനെയുള്ള സീനുകളിൽ പൊതുവെ പറയുന്ന ഒരു പ്രശ്നമാണല്ലോ നായകന്റെ കാല് നോക്കി വെടിവെക്കുന്നില്ല എന്നുള്ള കാര്യം. ഇവിടെയാണ് നിങ്ങൾ ഭോജ്പുരി സിനിമയുടെ ലെവൽ മനസ്സിലാക്കേണ്ടത്. കാലിന്റെ തുഞ്ചത്തോട്ട് മാത്രം നോക്കി വെടിവെക്കും. പക്ഷെ ഒറ്റെണ്ണം പോലും കൊള്ളൂല. അങ്ങനെ വെടികൊള്ളാത്ത പുലിക്കുട്ടി എല്ലാം അതിനെ തൂത്തുവരി തട്ടിയിട്ട് ചേച്ചിയെ കാച്ചാൻ പോകും. അപ്പൊ ചേച്ചി വീണ്ടും കരഞ്ഞു കാണിക്കും. അണ്ണൻ ചേച്ചിയെ വീണ്ടും വിശ്വസിക്കും. പക്ഷെ അപ്പോഴേക്കും മെയിൻ തീവ്രവാദി പുലിക്കുട്ടിയെ വെടിവെക്കാനായിട്ട് തോക്കെടുക്കും. എന്നാ പിന്നെ അങ്ങേരെ കൊല്ലാന്ന് പറഞ്ഞ് പുലിക്കുട്ടി തോക്ക് തിരിച്ചതും വയറിന്റെ അറ്റത്ത് എന്തോ പറ്റിയിരിക്കുന്ന പോലെ പുലിക്കുട്ടിക്ക് ഒരു തോന്നല്. എങ്ങനെ ഇരിക്കണം? അപ്പൊ തോക്ക് ചൂണ്ടി പുലിക്കുട്ടിയോട് ചേച്ചി തോക്ക് താഴെ ഇടാൻ പറയും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാത്തിനും കോസ്മിക് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാത്തിനും മൂലകാരണമായ തീവ്രവാദിയുടെ പതാക കുത്തി ഇറങ്ങി പുലിക്കുട്ടി അങ്ങനെ കൊല്ലും. എന്നിട്ട് ചേച്ചി വെടിവെക്കാതിരിക്കാൻ ചേച്ചിയും വെടിവെക്കും. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ്. ചേച്ചിയുടെ തോക്കിൽ ബുള്ളറ്റ് ഇല്ലായിരുന്നു ഗൈസ്. എന്തായാലും അവള് ചത്ത തന്നായില്ലായിരുന്നെങ്കിൽ വീണ്ടും അവനെ കരഞ്ഞു കാണിച്ച് വല്ല മിസൈലും കെട്ടി അങ്ങ് വിട്ടാനെ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹമായാലും ആളോടുള്ള സ്നേഹമായാലും എല്ലാം ഒരു വിശ്വാസമാണ്. അതിപ്പോ ഏതാണെങ്കിലും അത് അന്ധമാകുമ്പോഴാണ് പണി കിട്ടുന്നത്. ഇതേപോലെ അന്ധവിശ്വാസമാണെന്ന് വിശ്വസിച്ചിരുന്നിട്ട് അവസാനം അത് വിശ്വസിച്ചാലേ ആശ്വാസം കിട്ടുമെന്ന് മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ച് ഹൊററാണ്. పోరాడాలన్నా గెలిచేదాకా పోరాడాలి.